ബിഗ് ബോസ് സീസൺ 7 ഇന്ന് ഞാൻ റിവ്യൂ പറയാൻ വേണ്ടിട്ട് സീസൺ 7-ലെ ഒരാളെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ സീനിയറും ജൂനിയറും സീസൺ 6 സീസൺ 7 യെസ് വെൽക്കം വെൽക്കം ശാരിക വെൽക്കം ശാരിക. ഓക്കെ, ആലപ്പുഴക്കാരായിട്ട് ചോദിച്ചിരിക്കും. അതെ 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 അങ്ങനെ ശാരിക ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരാണ് ഗൈസ്. ഞങ്ങൾ പഴയ പണ്ട് ഞങ്ങൾ ബിഗ് ബോസിന് മുമ്പ് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ആലപ്പുഴ യൂട്യൂബേഴ്സ് ഫാമിലിയിൽ ഉള്ളതാണ്. ഞങ്ങൾ സിനിമ തിയേറ്ററുകൾ വെച്ച് കാണാറുണ്ടായിരുന്നു, ഞങ്ങൾ കൂടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ ചോദിച്ചതാണ് പോണോ പോണോ. എന്നോട് ആദ്യം സിജോ ചോദിച്ചാൽ ഇന്ന് ഓർക്കുന്നത് ശരിക്ക് ആഗ്രഹമുണ്ട്. സിജോയുടെ മുഖത്തൊരു അന്താളിപ്പിന്റെ അർത്ഥം എനിക്ക് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ സിജോ പറഞ്ഞിട്ടില്ല കേട്ടോ. സിജോ ഒരിക്കലും നമ്മളെ ഒന്നും ഡിസപ്പോയിന്റ് ചെയ്തിട്ടൊന്നുമില്ല. എപ്പോഴും ബിഗ് ബോസിൽ പോയത് ഇപ്പൊ ഞാനാണെങ്കിൽ ശാരികാണെങ്കിലും ബിഗ് ബോസിൽ പോയത് നല്ലതാണ്. ബിക്കോസ് നമ്മളിപ്പോ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലേ, നമ്മൾ 10 പേര് അറിയപ്പെടുക അല്ലെങ്കിൽ അത്ര വലിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോകാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യമാണ്. അത്ര സാധാരണക്കാർക്ക് ഒരു മോട്ടിവേഷനും കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ശാരിക എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ശാരിക എന്ന് പറഞ്ഞ് വിളിച്ച് സ്നേഹത്തോടെ വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ആരാധകരുണ്ട് എന്ന് പറയുന്നത് നമ്മളവിടെ എത്ര ദിവസം നിന്നു എന്നുള്ളതിനകത്തല്ല, പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ 10 പേരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അത് 10 അല്ല 500 പേരെ തിരിച്ചറിയുന്നുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ഇന്റർവ്യൂവർ അന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ടാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ഇത്ര പാവമായിരുന്നല്ലോ, നിങ്ങൾ ഇത്ര അടിപൊളിയായിരുന്നില്ല, ഇനി നിങ്ങളുടെ ഇന്റർവ്യൂ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറയിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് കാരണം ബിഗ് ബോസ് ഒരു അയൽവക്കത്തെ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പരാതികളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ പറയണം, നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എൻക്വയറീസ് ആണ് എനിക്ക് വരുന്നത്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിന് ഞാൻ ബിഗ് ബോസിനോട് നന്ദി പറയുന്നു. ശാരിക അവിടെ ഫിനാലെ വീക്കിലേക്ക് എന്തായാലും പോകും. അങ്ങനെ പോകുന്ന സമയത്ത് കുറെ ആൾക്കാരെ പൊളിച്ചടിക്കും. ഇവിടെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പിസോഡിലേക്ക് വരാം അല്ലേ? തീർച്ചയായിട്ടും. ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല ശാരികയുടെ ഒപ്പീനിയൻ. എപ്പിസോഡ് കണ്ടപ്പോ തന്നെ രണ്ടഭിപ്രായങ്ങളാണ്. ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ ആദിലയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ്. ആദില ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നത്. ബിക്കോസ് റിയാസ് വന്നിട്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ്, റിയാസ് വന്നിട്ട് ആദിലയുടെ ഗെയിം അങ്ങ് ക്രഷ് ചെയ്ത് കളഞ്ഞു. ഭയങ്കരമായിട്ട് ആദില എക്സ്പോസ്ഡ് ആയെന്നാണോ പറയേണ്ടത്, ആദിലയുടെ ഗെയിം കൊളവായതാണോ പറയേണ്ടത് എനിക്കറിയില്ല. ബിക്കോസ് എനിക്കറിയാവുന്ന ആദില നൂറ 2 പിള്ളേർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പിള്ളേരാ, നല്ല പിള്ളേരാണ് കേട്ടോ. നമുക്ക് നല്ല സൗഹൃദം വെച്ച് എന്റെ കല്യാണത്തിന് ഉൾപ്പെടെ വന്നിട്ടുള്ള പിള്ളേരാ. ശാരികക്കും അറിയാം, ശാരിക കല്യാണത്തിന്. പക്ഷേ റിയാസ് അകത്തേക്ക് വന്നതിന് ശേഷം ഇവരുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രീതികളൊക്കെ മാറി. അത് മെയിൻ ആയിട്ട് റിയാസ് ഇതൊരു പരിപാടി ഉണ്ടായിരുന്നു. റിയാസ് അകത്ത് വന്നിട്ട് നെവിനെയും ആദിലയും അങ്ങ് അടുപ്പിച്ചു കളഞ്ഞു. അതായത് നെവിനും ആദില എന്ന് പറയുന്ന രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിന്ന ആൾക്കാരാണ്. നമുക്ക് അറിയാം, ഇപ്പൊ നെവിൻ എന്ന് പറയുന്നതും നൂറ അല്ലെങ്കിൽ ആദില, റിയാസ് എന്നൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി, അവർക്കൊരു കമ്മ്യൂണിറ്റിയിലെ ഒരു സ്നേഹം അവർക്കിടയിലുണ്ട്. അപ്പോൾ ആ സ്നേഹം കൊണ്ടായിരിക്കാം റിയാസ് അടുപ്പിച്ചത്. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, റിയാസ് അവിടെ വന്നിട്ട് നെവിന്റെ ആയിക്കോട്ടെ ആദിലയുടെ ആയിക്കോട്ടെ കൊളവാക്കി, ഗെയിം കംപ്ലീറ്റ്ലി കൊളവാക്കി. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ആദിലയുടെ ഡബിൾ സ്റ്റാൻഡാ. അതായത് ആദില, നിനക്കറിയാം ഈ നെവിന്റെ ഇഷ്യൂ, ഷാനവാസ് നെവിനെതിരായിട്ട് ആരോപിച്ചിരുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഇഷ്യൂ തുടക്കം കുറിച്ചത് ആദിലയാണ്. ബിക്കോസ് ആദിലയാണ് നോമിനേഷൻ സമയത്ത് അത് ഇത് വന്ന് പറഞ്ഞ് തുടക്കം കുറിക്കുന്നത്. അന്ന് ആദില പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഷാനവാസിക്കൊക്കെ മാത്രമല്ല ഈ ഹൗസിലെ വേറൊരാൾക്ക് കൂടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. അതേ ആദില ഇപ്പൊ എന്ത് ചെയ്തു, റിയാസ് വന്നതിന് ശേഷം നെവിനായിട്ട് കുറച്ച് കമ്പനിയായി. നെവിനായിട്ട് കമ്പനിയായി എന്ന് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് തുടക്കം നമ്മൾ കാണുന്നത് നെവിനും ആദിലായിട്ടുള്ള ടോക്കാണ്. അതായത് ഈ ആദിലയുടെ കേസ്, ഞാൻ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്റ്റോടു കൂടി, വളരെ ആസ് എ പേഴ്സൺ എന്ന നിലയിലും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സ്, ലെസ്ബിയൻ കപ്പിൾ എന്ന നിലയിൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്ന 2 വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷേ ഇപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ആദിലയോടില്ല. ബിക്കോസ് നൂറയെ സംബന്ധിച്ചിടത്തോളം ഷീസ് എ അതർ എൻറ്റിറ്റി ആണ്. അവരൊരു ക്ലാസി ആയിട്ടുള്ള ലേഡിയാണ്. കുറച്ചുകൂടെ ഒരു മര്യാദ, കുറച്ചുകൂടെ കൾച്ചർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതൊറ്റം വരെയും പോകും. എന്ത് കളിയും അവിടെ ആദില കളിക്കും. അത് ആദിലയുടെ നേച്ചറാണ്. എനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്തത്. എന്തിനാണ് അവൾ എന്നെ സ്റ്റാബ് ചെയ്യുന്നത് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനത് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആദില പേടിക്കുന്നു. അതിനുള്ളൊരു മറയായിട്ടാണ് ആദില എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ആദിലയുടെ വാക്കുകൾ, ഇപ്പോൾ ആദില അത്ര കൾച്ചർഡ് വുമൺ ആണെന്ന് ഞാൻ കാരണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന പോലെ രേണുസുതിയുടെ വിഷയം പോലെ തന്നെ രേണുസുതി ഉന്നയിച്ച പോലും വിഷയം അനീഷ് ഉന്നയിക്കാഞ്ഞുകൊണ്ടാണ് ആദില അവിടെ രക്ഷപ്പെട്ടു പോയത്. ആ ഒരു കൗതുകരമായ പേരിൽ അതിനേക്കാൾ, അതായത് അക്ബർ ഉപയോഗിച്ച വാക്കിനോളം ഒപ്പമുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാളും തറയായ ഒരു പേരാണ് ആദില അവിടെ ഉപയോഗിച്ചത്.
അതല്ലേ യെസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു അതെങ്ങനെയാണെന്ന്. അതാണ് ഏറ്റവും വലിയ Explain ചെയ്തിരുന്നോ അവിടെ? അതായത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്താൽ പോകാത്ത സാധനം അങ്ങനെ രീതിയിൽ വരെ അതെങ്ങനെ ആദ്യയുടെ വായിന്ന് വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ബിക്കോസ് അവരെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ബിക്കോസ് എത്രയൊക്കെ തറയാൻ ശ്രമിച്ചാലും നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര ലെവലേ നമുക്ക് തറയാൻ പറ്റുള്ളൂ എന്ന്. അതിനപ്പുറം കടന്നു പോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു എന്നുകൊണ്ടാണോ എന്നറിയില്ല, അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയത്തില്ലേ, ഇപ്പൊ അതിൽ അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന്. കാരണം നമ്മളവിടെ സന്തോഷമുണ്ട്. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, തീർച്ചയായിട്ടും ഞാൻ നിലപാട് പറയുന്നല്ല, ഞാൻ സന്തോഷിക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല. ഇവള് പലവട്ടം എന്നെ അവിടെ രണ്ടു വെള്ളത്തിൽ ചവിട്ടിയെന്നും ഞാൻ ഓന്തിന് നിറമാറുന്ന സ്വഭാവമുള്ളവളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരിവാരി തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഈ ആദിലാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ശാരിക അവിടെ ഇറങ്ങി പോയ സമയത്ത് പോലും ആദിലെടുത്തൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നമുക്ക് വിസിബിൾ ആയിരുന്നു. ലാലേട്ടൻ നിർബന്ധിപ്പിച്ചാണ് എന്നെ കൊണ്ട് ആ തൊപ്പി, ഞാൻ ആഗ്രഹിച്ചിരുന്ന തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ അത് മേടിച്ചപ്പോൾ ലാലേട്ടൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ഷാരിയ ആഗ്രഹിക്കുന്ന അക്ബറിന് കൊടുക്കാനല്ല, താൻ ആർക്കാണ് KB ആഗ്രഹിച്ചത്, KB അത് വെച്ചിട്ട് പോയാൽ മതി എന്ന് ലാലേട്ടൻ പറഞ്ഞ. സോ ആദില ഇനിയിപ്പോ പുറത്തിറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും എനിക്കിത് പ്രശ്നമല്ല. ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. ബിക്കോസ് ഞാനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവളാണ് എനിക്ക് അവിടെ ഓന്തിന്റെ പേര് ഇട്ട് കൊണ്ടുവന്നത്. ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവളാക്കി അവളാണ് പറയിപ്പിച്ചത്. ഞാൻ എന്ത് ഡബിൾ സ്റ്റാൻഡ് കളിച്ചെന്ന് എനിക്കിന്നും അന്നും അറിയില്ല. ഞാൻ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് അന്തസ്സായിട്ട് എവിക്റ്റ് ആയി വന്നൊരു വ്യക്തിയാണ്. എന്തായാലും ആ അന്തസ് ആദിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അതിൽ ഇന്നിപ്പോ അവിടെ കാണിച്ച നെവിനെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങൾ ഇത്രയും വഷളാക്കിയത് അതിൽ ഒരൊറ്റ ഒരാളാണ്. അത് ബിന്നിയാണ് സത്യം പറഞ്ഞാൽ പൊളിച്ചടിക്കും. ഇന്ന് ബിന്നി എപ്പിസോഡ് തൂക്കി പറയാൻ പറ്റത്തില്ല. ബിന്നി അത് കറക്റ്റ് ആയിട്ട്, കാരണം എല്ലാരും വന്ന് ഷാനവാസിനെ ജയിൽ നോമിനേഷൻ ചെയ്തോണ്ടിരിക്കുക. ഇതിനകത്ത് ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഷാനവാസ് ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസിനെ റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പം ബിഗ് ബോസിന്റെ ആ ടാസ്ക് ഘട്ടനകത്ത് വരുന്ന ഗസ്റ്റിനെ നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ നോക്കണം, അവരെ കെയർ ചെയ്യണം, ആ ഒരു പോയിന്റ് ഉണ്ടാവും. ബട്ട് ഇവിടെ നമ്മള് പക്ഷെ സിജോ റിയാസ് വന്നത് എന്താ പറയുക, ഒരു പേഴ്സണൽ ഇന്റൻഷനോട് കൂടി ആണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിച്ചാലും ബുദ്ധിയുള്ള ഗെയിമർ ആയിരിക്കും. ഇല്ല, പിന്നെ റിയാസ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ ടാസ്കില് റിയാസിന്റെ ഉദ്ദേശം ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, ലക്ഷ്മിനെ കുറച്ച് ചീത്ത വിളിക്കുക. ലക്ഷ്മി കുലുങ്ങിയില്ല. ഒന്ന്. രണ്ട്, ആദില നൂറ ഇവരെ നെവിനായിട്ട് അങ്ങ് അടുപ്പിക്കുക. പിന്നെ റിയാസിന്റെ ഒരു ഗെയിം ഉണ്ടല്ലോ, റിയാസ് എപ്പോഴും കളിക്കുന്ന ഒരു കുത്തിത്തിരിപ്പ് ഗെയിം. റിയാസിന് മാൻലി ഗെയിം ഇഷ്ടമല്ല. അതായത് ഇപ്പോ മീശയും പിരിച്ചത് നല്ല ഒരാണ് നെഞ്ചു പിരിച്ചു റിയാസിന് പിടിക്കൂല. അപ്പോ ഷാനവാസ് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അതിനകത്ത്. അപ്പൊ ഷാനവാസിന് എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല. ഇതേ റിയാസ് ജിസൈൽ, ആര്യൻ, റെന, അക്ബർ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരു 10ഓളം പേരുടെ ലിസ്റ്റ് പറയാം, ഇവർക്കെതിരെ വാ പൊളിച്ച് റിയാസ് അക്ഷരം മിണ്ടിട്ടില്ല. ഇവൻ ലക്ഷ്മിയുടെ ചോദ്യത്തിന് മുകളിൽ ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മതി. അവിടെ തീർന്നു റിയാസ്, പിന്നെ ഒന്നും പറയാനില്ല. ലക്ഷ്മി വരെ തൂക്കിക്കളഞ്ഞു. ലക്ഷ്മി റിയാസ് വന്നോടെ ലക്ഷ്മിക്ക് പോസിറ്റീവായി. അതാണ് സംഭവിച്ചത്. അപ്പൊ ഈ റിയാസ് വന്നപ്പോഴേക്ക് സംഭവിച്ചത് ആദിലേക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. അതായത് കർമ്മ വിൽ ബി ബാക്ക് ഞാൻ പറഞ്ഞത്. ആദില പലയിടത്തും ചെന്ന് ഇതാണ് പരിപാടി കാണിച്ചോണ്ടിരുന്നത്. പലയിടത്ത് ഇപ്പൊ അനുമോളുടെ പുറകെ സ്നേഹത്തോടെ നടക്കും, പുറത്ത് ഇപ്പുറത്ത് വന്ന് ബിന്നിയോട് വേറെ പറയും. ബിന്നി പക്ഷെ അതിൽ വീഴില്ല. ബിന്നി അതിലും വലിയ ഒരു ബുദ്ധിമതി ആയതുകൊണ്ട് ബിന്നി വീക്ഷിക്കും ആൾക്കാരെ. ബിന്നി ശരിയാണ്, അവിടെ എവിടെയും പോയി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി എന്നൊക്കെ അക്ബർ പാട്ടുപാടി കേൾപ്പിച്ചെങ്കിലും ആദിലയുടെ അത്രയും കുത്തിത്തിരിപ്പ് ബിന്നി അവിടെ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ആദിൽ ഇതാണ് പരിപാടി, എല്ലാവരുടെയും കൂടെ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാനിപ്പോ സിജോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് അവിടെ ആദില കാണിക്കുന്ന പരിപാടി പക്ക ഒരുമാതിരി ഫേക്ക് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിലും ഗെയിം കളിക്കാം എന്ന് വെച്ചാൽ നമ്മളെ നന്മരം കളിക്കാൻ ഇപ്പോഴും എന്റെ എപ്പിസോഡ്സ് പറയാറുണ്ട്, നന്മരം കളിക്കാൻ നമ്മളിത് കാണുന്നത് എപ്പോഴറിയോ, ശാരിക പറയുന്നത് ശാരികയുടെ അകത്തുള്ള വ്യൂ പോയിന്റ് ആണ്. ഞങ്ങള് പ്രേക്ഷകർ വ്യൂവർ ഞങ്ങളിത് കാണുന്നത് റിയാസ് പോയതിനു ശേഷമാണ്. ബിക്കോസ് റിയാസ് വരുന്ന സമയം വരെയും ആദ്യം ഇതേപോലെ അവിടെ ഗെയിം കളിച്ചിട്ടില്ല, അപ്പുറത്തും ഇപ്പുറത്തും പോയി 2 ചവിട്ടി ഗെയിം കളിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ബിന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബിന്നി അത് നോമിനേഷൻ ബിന്നി നോമിനേറ്റ് ചെയ്ത് ഷാനവാസിനെയാണ്. എല്ലാ ആൾക്കാരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിന്നി ഈ സാധനം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കാരണം ഷാനവാസ് ഇത് പറയാനവിടെ തയ്യാറായിട്ട് നിന്ന ഒരാളായിരുന്നില്ല, ആദില ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം. എന്നിട്ട് ആദില ഇന്ന് എന്താ ചെയ്തത്, നേരെ എടുത്ത് ഷാനവാസിന് അങ്ങ് പ്രതിയാക്കിയിട്ട് നേരെ നെവിന് കൈ കൊടുത്തു. നെവിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ആദില കൂട്ടുപിടിച്ചത്? വേറെ ഒന്നുമല്ല, ആദിലയ്ക്ക് അറിയാവോ നെവിൻ എന്താണ് ഷാനവാസിന്റെ അടുത്ത് ചെയ്തെന്നുള്ളത്? അത് ഷാനവാസിനല്ലേ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ. പ്രവീൺ പറഞ്ഞോ പറഞ്ഞില്ലയോ അത് സെക്കൻഡറി. ഓക്കെ, അതും ആദിലയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ആദില ഇതൊന്നും നേരിട്ട് കണ്ട ആളല്ല. നേരിട്ട് കാണാത്ത ആദില എന്തിന് നോമിനേഷൻ സമയത്ത് ഇത് വന്നവിടെ പറഞ്ഞു? ഈ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. പിന്നെ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. പിന്നെ ഇപ്പൊ പ്രേക്ഷകർക്ക് മുഴുവൻ മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത് സംഭവം എന്നുള്ളത്.
അപ്പൊ ആദില അങ്ങ് ആകപ്പാട് ആദിലേക്ക് അപ്പൊ ഒന്നും പറയാനില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദില മറ്റേ സിംഹത്തെ പോലെ അങ്ങനെയാണല്ലോ അതിലെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, അനുമോള് വന്നിട്ട് നൈസായിട്ട് അനുമോളിന് പണി കൊടുത്തു. അനുമോളും കൊടുത്തു. അനുമോളുടെ അടുത്ത് പറഞ്ഞ കാര്യം അനുമോളിന് അനുഭവം ഉണ്ട്. ആദില സ്നേഹത്തോടെ കൂടെ നടന്നിട്ട് അനുമോൾക്ക് ചവിട്ട് കൊടുത്തു. മനസ്സിലായി, കാരണം അനുമോൾ ഈ സെയിം സാധനം വന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ശരീരം മനസ്സിലായി. നൂറ ലാസ്റ്റ് പോയിട്ട് ഷാനവാസിനെ പ്ലേറ്റ് കഴുകാൻ സഹായിച്ചില്ലേ, അതൊരു നൂറ വന്നിരിക്കുന്ന ഇരിപ്പുണ്ട് അവിടെ. അതായത് സെക്യൂരിറ്റി ആയിട്ട് ആദില പുറത്ത് കുറച്ച് സമയം നിന്നിട്ട് തിരിച്ച് ആ ഒരു സോഫ സെറ്റ് വന്ന് കിടക്കുമ്പോ നൂറ നേരെ പോയിട്ട് ഷാനവാസിന് പ്ലേറ്റ് കഴുകിയിട്ട് തല കഴിച്ചിരിക്കുക. നൂറയ്ക്ക് കാര്യം മനസ്സിലായി, ഈ ആഴ്ച ആദില നെഗറ്റീവ് ആവുന്നു, നൂറയ്ക്ക് കത്തി. അതുകൊണ്ടായിരിക്കാം ഷാനവാസിനെ രാത്രി 3 മണിക്ക് വിളിച്ചുണർത്തിയിട്ട്, അല്ലെങ്കിൽ വിളിച്ചുണർത്തിയതാണോ അവർ എണീറ്റ് വന്നോ അറിയില്ല. അതെ, അപ്പൊ എന്ത് ചെയ്തു, ഈ ആദില നൂറും കൂടെ ഷാനവാസിനെ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം സംസാരിക്കുക. നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് നെവിനും ആദിലയും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഷാനവാസിനെ കോർണർ ചെയ്ത് ആദില നെവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ എപ്പിസോഡ് തീരുമ്പോ നമ്മൾ കാണുന്നത് ഇതേ ആദിലയും നൂറയും കൂടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നെവിൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര കൂട്ടാൻ. അപ്പൊ അവിടെ ഷാനവാസ് ഇത് വിശ്വസിച്ചാണോ നമുക്ക് അറിയില്ല. ഷാനവാസ് എക്സ്ട്രീംലി ഒരു കുറുക്കന്റെ ബുദ്ധിയുള്ള ഗെയിമറാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതായത് അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നത്തെ ഷാനവാസിന്റെ കൂടെ ജയിൽ നോമിനേഷൻ ചെയ്യുന്നുണ്ടല്ലോ. ഈ ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഷാനവാസിന്റെ പേരാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചൊരു പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് ഇപ്പൊ റിയാസ് അവിടെ വരിക, നിങ്ങൾ അപ്പം ഒരു ഗസ്റ്റിന്റെ അടുത്തും അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു ഗസ്റ്റ്, ബുദ്ധിയുള്ള ഏതെങ്കിലും ഗസ്റ്റ് ഒരു ഹോട്ടൽ റൂമിൽ വന്നിട്ട് ഈ കിച്ചണിനകത്തിരിക്കുന്ന വേസ്റ്റ്, ബാത്റൂമിൽ ഇരിക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് അലവലാതെ എടുത്ത് വലിച്ചെറിയൂ? ഇല്ല, ആരും ചെയ്യില്ല. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് എന്താണ് അയാൾ അവിടെ കാണിച്ചു കൂട്ടിയത്? റിയാസ് അപ്പൊ ചെയ്തത് പക്കാ മോശമാണ്. അപ്പൊ ഷാനവാസ് തിരിച്ച് പ്രതികരിക്കും, അതൊരു പോയിന്റ്. പ്രതികരിച്ചത് മോശമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പ്രതികരിച്ചത് മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഷാനവാസ് അവിടെ മിസ്ബിഹേവ് ചെയ്തു, അതും പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇനി അതേ സമയത്ത് ഒണീൽ വന്നിട്ട് നേരെ ഈ നെവിന്റെ ടോപ്പിക് എടുത്തിട്ടുണ്ടല്ലോ, എക്സാമ്പിൾ കാണിക്കുക. അഭിശ്രീനെ പിടിച്ച് ഉമ്മ കാണിക്കുന്നു, നെവിനെ പിടിച്ച് ഉമ്മ കാണിക്കുന്നു. എനിക്കിവിടെ ഒറ്റ കാര്യം പറയാനുള്ളൂ. സി, ഈ ഷാനവാസ് ലാസ്റ്റ് പറയുന്നുണ്ട്, അപ്പാനും അക്ബറും കൂടെ ദിവസങ്ങളോളം കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒരു ആണും പെണ്ണും, അല്ലെങ്കിൽ ആണും ആണും പെണ്ണും പെണ്ണും അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയോ ഉമ്മ നോക്കുകയോ അതൊക്കെ അവരുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ ഒരാള് പറയുകയാണ്, ഒരാണിന്റെ അടുത്ത് വരുമ്പോ, ഒരു പെണ്ണ് ഒരാണിന്റെ അടുത്ത് വന്നാലും, ഇനി ആണ് പെണ്ണിന്റെ അടുത്ത് ചെന്നാലും, പെണ്ണ് പെണ്ണിന്റെ അടുത്ത് ചെന്നാലും, ഒരാൾ പറയാണ്, എടാ എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്റെ വീഡിയോ ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒരാണിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ തന്നെ ഭയങ്കര പാടാണ്. മേ ബി ഇപ്പൊ ഷാരിക ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ലേഡിയാണ് അല്ലെ. ഷാരിക എടുത്ത് ബിഗ് ബോസ് ഹൗസിൽ ഒരു പെണ്ണ് വന്നിട്ട് ഷാരിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഷാരികക്ക് ഇത് പുറത്ത് പറയാൻ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ആണാണെങ്കിൽ സ്പോട്ടി പറയും. ശരിയല്ലേ, ഒരാണാണെങ്കിൽ സ്പോട്ടി പറയും. പക്ഷെ കാരണം പെണ്ണാകുമ്പോൾ നമ്മൾ ചിന്തിക്കും അവള് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കാം, ചിലപ്പോ അല്ല ഇനി അങ്ങനെയാണോ എന്റെ സംശയമാണ്, നമ്മൾ 100 വട്ടം ആലോചിക്കും. ഇത്ര ഞാനും എന്റെ ഫസ്റ്റ് റിവ്യൂവിനകത്തോട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ ഷാനവാസിന് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. സി, നെവിൻ അവിടെ ഷാനവാസ് എടുത്തെടുത്ത് അന്നോട്ട് പറയുന്നുണ്ട്, ഇപ്പൊ ആദിലെടുത്തും നൂറെടുത്തത് പറയുന്നുണ്ട്, ഒരു തവണയല്ല ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറഞ്ഞു. സി, ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് നെവിനെ കോർണർ ചെയ്യാനോ നെവിനെ കുറ്റം പറയാനോ നെവിനെ മോശക്കാരനാണെന്ന് വാദിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ വിഷയം ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചാൽ മതിയാവുകയുള്ളൂ. സംസാരിക്കുമ്പോഴത്തേക്കും മറ്റേ എന്റെ അഭിപ്രായം എനിക്ക് പറയണം, അല്ലാണ്ട് ഇലക്കും മുള്ളിലും കേടില്ലെന്ന് വിചാരിച്ച് രണ്ടുപേരുടെയും നടുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് ഷാനവാസിനെ കൂടെയാണെന്ന് തുടക്കത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഷാനവാസ് ഓൾറെഡി പറയുന്നുണ്ട്, ഇപ്പൊ ഇന്ന് ആദിലെ നൂറയും പറഞ്ഞു, നൂറ പറയുന്നുണ്ട് ഇക്ക അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറിക്കിടക്കാൻ പറഞ്ഞ കാര്യം ഇക്ക പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഷാനവാസ് അത് ഓക്കെ, അല്ലെങ്കിൽ നെവിൻ ഇത് മനസ്സിലാക്കുക. പിന്നെ നെവിനാണെങ്കിൽ ഇത് ഈസിയായിട്ട് അവസാനിപ്പിക്കാം. ഷാനവാസിക്ക, ഞാൻ നിങ്ങളെ മോശം ഇന്റൻഷൻ അല്ല ടച്ച് ചെയ്തത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, സോറി പറയുന്നു. പക്ഷെ അത് ഇപ്പൊ നെവിന് അവനത് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു സംഭവം അവൻ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല. അവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രസീവ്നെസ് ഇല്ലായ്മയാണെന്ന് ചിലപ്പോ ഇപ്പൊ ഈ ഷാനവാസിന്റെ ഒരു കാര്യത്തിൽ അത് പറയാൻ കാര്യം വേറൊന്നുമല്ല. ഈ ഷാനവാസ് ആദിലയോടും നൂറയോടും വിവാഹം കഴിച്ച് മാറിക്കൂടെ എന്ന് ചോദിച്ചൊരു മനുഷ്യനാണ്. അത് എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസ് പുറത്തുവിട്ടുണ്ടെന്ന് വന്നിട്ടില്ല. യെസ്, അവരോട് രണ്ടുപേർക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് കല്യാണം കഴിച്ചുകൂടെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലേ, നിങ്ങൾ കുട്ടികളുടെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചൊരു വ്യക്തിയാണ്. അവിടെ സദാചാര കളി കളിച്ചൊരു മനുഷ്യനാണ് ഈ ഷാനവാസ്. അതുകൊണ്ട് എനിക്ക് ഷാനവാസിന്റെ ഈ നിലപാടിൽ അത്ര വിശ്വാസമില്ല, നേരിട്ട് അറിയാവുന്ന ആ ഗെയിമിൽ നിന്ന്. ഇത് അകത്തറിഞ്ഞ കാര്യങ്ങൾ പുറത്ത് തുടക്കത്തില് ജിസേലിന്റെ വസ്ത്രദാനത്തെ പറ്റി ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം അത് ഷാനവാസ് അവിടെ ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ടാണ് ജിസേലിന്റെ വസ്ത്രദാനത്തെ പറ്റി കുറ്റം പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ എന്താണെന്നറിയാം, ശരി വിഷയം,
ഇപ്പൊ ഷാരിക തലച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഷാരിക എടുത്ത് ഒരു ലേഡി മിസ്ബിഹേവ് ചെയ്തു, ഷാരിക പറയാണ് ഇനി നീ എന്റെ അടുത്ത് കിടക്കണ്ട, മാറി കിടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡി വീണ്ടും വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഷാരികക്ക് ബുദ്ധിമുട്ടാവും. ശരിയല്ലേ? ഇവിടെ ഷാനവാസ് പറഞ്ഞു പോയിട്ടതേ ഉള്ളൂ. ഞാൻ മാറിക്കിടക്കാൻ പറഞ്ഞതിന് ശേഷവും നെവിൻ എന്റെ അടുത്ത് വന്ന് മിസ്ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഷാനവാസ് എന്ത് ചെയ്യുന്നത്. ഷാനവാസ് തന്നെ പിന്നെ വേറെ കളി ഇറക്കും അവിടെ. ഷാനവാസ് പിന്നെ നെവിന്റെ തോളത്ത് കൈയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നെവിനോട് ആ പോട്ടറ കുഴപ്പമില്ലടാ അങ്ങനെ രീതിയിൽ പുള്ളി പറയാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു പറഞ്ഞിട്ടില്ല. കാരണം പുള്ളി പറഞ്ഞ റീസെന്റ് നടന്ന സംഭവം ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തുടക്കം തൊട്ടേ ഈ നവീൻ കിടക്കുന്നത് ഷാനവാസിന്റെ കീഴിലാണ്. അല്ല, ഷാനവാസ് മറ്റേ മാറിക്കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇയാൾ എന്തുകൊണ്ട് അതോറിറ്റീസിന് കംപ്ലൈന്റ് ചെയ്തില്ല? ഇയാൾക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയാറുന്നല്ലോ. അല്ല, അതാണ് ശരിയാനത്തെ വിഷയം. അതായത് ഞാൻ എന്റെ വീപ്പിന് പറയട്ടെ, നെവിൻ വന്നിട്ട് ഷാനവാസിനെ സ്പർശിക്കുന്നു, ഓക്കെ, അതൊരു കൺഫ്യൂഷൻ വരും എപ്പോഴും. നേരത്തെ ശാരിക പറഞ്ഞ പോലെ, അതായത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടു ചിന്തിക്കും, ആ തൊട്ട് റോങ് ആയിട്ടാണോ, തമാശയായിട്ടാണോ. ഇനി ഞാനിത് കംപ്ലൈന്റ്, ബിഗ് ബോസ് ഹൗസാ, ഞാനിത് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒണിയലിന്റെ കാര്യത്തിൽ ലക്ഷ്മി എടുത്ത നിലപാട് പോലെ, അല്ലെങ്കിൽ ആദിലയുടെ കാര്യത്തിൽ ലക്ഷ്മി എടുത്ത നിലപാട് പോലെ, അല്ല മസ്താനി എടുത്ത നിലപാട് പോലെ എനിക്കിത് നെഗായിട്ട് വരുമോ എന്നൊരു തോട്ടും നമുക്ക് വരും. അപ്പൊ പറയാനായിട്ട് മടിക്കും. ഇവിടെ ഷാനവാസ് ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഷാനവാസ് എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദില ഈ വിഷയം മറ്റേ പൊതുമധ്യത്തിൽ പറഞ്ഞത് കൊണ്ട് താൻ പറയുന്നു എന്നാണ് ഇപ്പൊ ഷാനവാസ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ വീക്കിന്റെ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു കാര്യം. അവസാനം ഷാനവാസ് പറയുന്നുണ്ടല്ലോ, ലാലേട്ടന്റെ എപ്പിസോഡിൽ ചെന്ന് ഞാൻ നെവിനോട് സോറി പറയാനിരിക്കുവാണ്. അത് ഷാനവാസിന്റെ ഗെയിം, അത് ഗെയിമാണ്. കാരണം ഇവിടെ ഷാനവാസ് ഇപ്പോ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം ഇത് പുറത്ത് കത്തും. അപ്പൊ സോറി പറയാൻ നിൽക്കുകയാണ് ഒരാളെന്ന് തുറന്ന് പറയുമ്പോഴത്തേക്കും ഒബിയസ്ലി അയാൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും. പക്ഷെ അപ്പോഴും നമുക്ക് ആളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോഴും നെവിന്റെ ഫാമിലിയും അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഇഷ്യൂസും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ആദിലേക്ക് നൂറയ്ക്ക് മാത്രമല്ലല്ലോ പുറത്ത് ഒരു ഫാമിലി എന്ന് പറയുന്നത്. നെവിന്റെ ഇപ്പൊ നെവിൻ അതിനകത്ത് പറയുന്നുണ്ട് എന്റെ ഫാമിലിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പക്ഷെ നെവിൻ റോങ് ആയിട്ട് ഷാനവാസിന്റെ അടുത്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിലോ അത് തെളിയിക്കണം. അത് തെളിയിക്കേണ്ടത് ഷാനവാസിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇത് തെളിയിക്കാൻ പറ്റുന്ന വിഷയമല്ല. ക്യാമറ ഇല്ല അവിടെ. അല്ല, ബിക്കോസ് ഇത് ഷാനവാസ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, പുതപ്പിനടിയിൽ വെച്ച് സംഭവം നിങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് എതിർക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ തവണ ഇത്രയും ശക്തമായ എതിർപ്പ് അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഒന്നുകൂടെ കീനായിട്ട് നിരീക്ഷിക്കുമായിരുന്നു. വെളുപ്പിനെ അത് പ്രവീണുള്ള സമയത്തൊന്നല്ല പറയുന്നത്. അപ്പൊ പ്രവീൺ നിഷേധിച്ചല്ലോ. പ്രവീണിന്റെ അടുത്ത് നെവിൻ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ലെന്നാണ് പ്രവീൺ പറയുന്നത്. ഇനി പ്രവീൺ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ ഷാനവാസിന്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് പ്രവീണോട് ഉണ്ടായിരുന്നെങ്കിൽ പ്രവീൺ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഏത് ഷാനവാസ് വെളുപ്പിന് 4 മണിക്ക് കാണാനല്ല പറയുന്നേ, അങ്ങനെയാണ് അത് ലൈവിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇത് പ്രവീൺ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ അവിടെ മിച്ചുണ്ട്. ഞാൻ അവിടെ ഉള്ളിടത്തോളം സമയം മുഴുവൻ ഈ ചെറുക്കൻ നെവിൻ എന്ന് പറയുന്ന പയ്യൻ കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അതായത് ഈ ഒരു 2 മണി 12 മണിക്ക്, ഞാനൊക്കെ 12 മണി 1 മണിയൊക്കെ ഉറങ്ങും. അപ്പം ഇവൻ വന്ന് സീർട്ടയിലേക്ക് കഴിഞ്ഞു വന്ന് ഇവരൊരു കിടപ്പുണ്ട്. ഇവന്റെ കൂർക്കം വലിയ ഹാള് മുഴുവൻ കേൾക്കാം. ആ പരുവത്തിനാണ് നെവിൻ കിടന്ന് ഉറങ്ങുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എനിവേ എന്തായാലും ഷാനവാസ് അത് തെളിയിക്കേണ്ടത് ഷാനവാസിന്റെ കാരണം ഒരു ഫാമിലി ഉണ്ട് പുറത്തവർക്ക്. നെവിൻ ഉറപ്പായിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അയാളുടെ ജെൻഡർ വെളിപ്പെടുത്തിയാൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രൈണതയുള്ള ഒരു മാനാണ് ഞാൻ, എനിക്കും ഫാമിലിയും കുട്ടികളും വേണം. എന്നോട് നെവിൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോളെയോ മോനെയോ ഞാൻ എല്ലാം പഠിപ്പിച്ച വളർത്തും. അപ്പൊ അദ്ദേഹത്തിന് ഒരു മകളോ മകനോ ഉണ്ടാണെന്ന് ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പുള്ളി ഗേ ആണെന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജെൻഡർ. എനിക്ക് തോന്നുന്ന സമുദ്രയോ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം, നെവിൻ ഇപ്പോ ഷാനവാസിന്റെ അടുത്ത് ഒരു ഇഷ്ടം കൂടുതൽ കാണിച്ചപ്പോഴത്തേക്കും പലതവണ ചിലപ്പോ കൂടുതൽ ഇടപെട്ടിട്ടുണ്ടാവും. ഷാനവാസ് ചിലപ്പോ വർക്കായി കാണത്തില്ലായിരിക്കാം. ഷാനവാസ് ചിലപ്പോ അതിനെ നമുക്ക് ഓരോരുത്തരുടെ മെന്റാലിറ്റി പറയാൻ പറ്റില്ല. ഷാനവാസിന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ പഴുത്താ മതി, ഏത് അത് റോങ് ആണോ, ആ ടച്ച് റോങ് ആണോ, ആ ടച്ച് റോങ് ആണോ. അതാണ് പുള്ളിക്ക് ഇച്ചിരി സദാചാര കളി കൂടുതലാണെന്നാണ് തോന്നിയിരിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, എന്തും ആവാം. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഷാനവാസ് അയാളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അനീഷ് ആണെങ്കിൽ ഷാനവാസിന്റെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുമുണ്ട്. പിന്നെ ഇതിനകത്ത് അനീഷ് ഇപ്പോ ഓവറോൾ എല്ലാം അവിടെ നിൽക്കട്ടെ, എല്ലാം അവിടെ പോസ് ചെയ്തിട്ട് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ നെവിൻ എന്ന് പറയുന്ന ആള് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് നെവിൻ ഒറ്റക്കല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആദിലേക്ക് കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ റിയാസിനെ കൂട്ടുപിടിക്കും. വൈ, എന്തിന്? ഈ വിഷയം ഹാൻഡിൽ ചെയ്യാനായിട്ട് നെവിൻ ഒറ്റക്ക് പറ്റും. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നെവിൻ റിയാസിനെ കൂട്ടുപിടിക്കുമ്പോഴും ആദിലെ കൂട്ടുപിടിക്കുമ്പോഴും നെവിനെ നെഗായിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് സത്യം ചിലപ്പോൾ നെവിന്റെ കൂടെ ആണെങ്കിൽ തന്നെയും നെവിൻ ഈ കൂട്ടുപിടിച്ച് സംസാരിക്കുമ്പോൾ അത് നെവിന് നെഗായിട്ട് വരും. അതേ സമയത്ത് നെവിന് കൂട്ടുപിടിക്കുന്ന ആൾക്കാരുടെ കൂടെ നോക്കി എനിക്ക് പറയാനുള്ളൂ.
അപ്പൊ നെവിനത് നമുക്ക് നെവിനത് കേൾക്കുന്നില്ല. ഇല്ല. അപ്പൊ നെവിൻ എന്ത് ചെയ്യും? നെവിന്റെ ഈ കൂട്ടുപിടുത്തവും നെവിന്റെ ഈ ഒരു സ്ട്രാറ്റജി അവിടെ പാളി പോകുന്നുണ്ട്. നെവിൻ ഒറ്റക്ക് ഇതിനെ ഫേസ് ചെയ്യൂ. ഇപ്പൊ നെവിൻ ഉള്ളിനുള്ളിൽ അറിയാലോ നെവിൻ എന്താണ് ചെയ്തിട്ടുള്ളത്, ഷാനവാസിനുള്ളിനുള്ളിൽ അറിയാലോ ഷാനവാസ് എന്താണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരുടെയെങ്കിലും ഭാഗത്ത് എന്തായാലും ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, തെറ്റില്ലാത്ത ആളില്ലായിരിക്കാം ഒരാൾ. കാരണം നെവിൻ അത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നെവിന്റെ ഭാഗത്ത് തെറ്റ്. ഇനി ഷാനവാസ് അത് മനഃപൂർവ്വം നെവിനെ കരുവാക്കിയതാണെങ്കിൽ അത് ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റ്. എന്തായാലും ഒരാൾ തെറ്റുകാരനാണ്, അതെന്തായാലും ഏറ്റു പറഞ്ഞ തെളിയട്ടെ. എന്തായാലും ലാലേട്ടൻ വരട്ടെ. വേറെ സൗണ്ട് ശരിയാ, ഇത് കോംപ്രമൈസ് ആയി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. കോംപ്രമൈസ് ആണെന്നല്ല, ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഗെയിം അല്ലേ, പുറത്തിറങ്ങി നമുക്കൊരു ജീവിതമുണ്ട്. നെവിനായാലും ഷാനവാസിക്കായാലും ഒക്കെ ജീവിതമുള്ളതാണ്. അപ്പൊ അത് വെച്ച് കളിക്കരുത്, ദയവ് ചെയ്ത് കമ്മ്യൂണിറ്റി വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങളുടെ ഈ പറയുന്ന സംഭവങ്ങളൊന്നും വെച്ച് നിങ്ങൾ കളിക്കരുത്. ഗെയിമിന്റെ ആ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ നമ്മുടെ വ്യക്തിത്വം വെച്ച് വ്യക്തിഹത്യ, അതായത് പലപ്പോഴും ലാലേട്ടൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് കുടുംബത്തെ തോണ്ടി കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുറത്തെ കാര്യങ്ങളോട് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കണം. ഇതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. സോ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് ആഫ്റ്റർ 3 months, ആഫ്റ്റർ 100 days, യു ഹാവ് എ ലൈഫ്. എല്ലാവർക്കും ലൈഫ് ഉണ്ട്, എല്ലാ കണ്ടസ്റ്റൻസിനും. സോ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കളിച്ചാൽ അവർക്ക് കൊള്ളാം അല്ലേ. അപ്പൊ ആ വിഷയം എന്തായാലും ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഉള്ളത് തീരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ക്യാപ്റ്റൻസി. ഒണിയൽ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു, ലൈക്ക് ഒണിയൽ അവിടേക്ക് വന്നതാണ്, റിയാസ് എടുത്ത് ഒണിയലിനെ എടുത്ത് ഇട്ടതാ. പക്ഷെ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആകാത്തൊരു കാര്യമായിരുന്നു, ആര്യൻ, ലക്ഷ്മി, പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു, 3 പേര്, ഈ ആദില. ഈ 3 പേരിൽ നിന്ന് ഒരാളെ ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. അത് ബിഗ് ബോസ് തന്നെ കൊടുത്തൊരു ഇതാണ്. കാരണം ഈ 3 പേരെ ചൂസ് ചെയ്ത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന് എപ്പോഴും ആര് ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് ഒരു ഐഡിയ ബിഗ് ബോസിന് തന്നെ എപ്പോഴും ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ ആര് ക്യാപ്റ്റൻ ആവണം. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ റോക്കറ്റ് പോലത്തെ ഒരു സാധനം, നമ്മൾ ചെറുപ്പത്തിൽ റോക്കറ്റ് എന്നൊക്കെയാണ് പറയാം, ഈ സാധനം ഉണ്ടാക്കി പറപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ബേസിക്കലി അത് വന്നപ്പോൾ നമുക്ക് ഊഹിക്കാം അത് ഒണിയലെ അത് ജയിക്കുള്ളൂ. ഒണിയലിന് അത് ഒരാണാകുമ്പോ പെട്ടെന്നത് ഇത് മാറ്റി. അല്ല അതുകൊണ്ടല്ല മെയിൽ ഷോവിനിസ്റ്റ് പറയുന്നത്, ഒരാണാകുമ്പോഴേ കാരണം നമ്മളിത് വളരെ നമുക്ക് ഈ സാധനം ഏറ്റവും കൂടുതൽ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല വേണമെങ്കിൽ ജിസയിലും ചെയ്യാം, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദില ചിലപ്പോ, എന്നാലും അതിൽ ഓപ്പോസിറ്റ് ഒരുപക്ഷെ ഈ അക്ബറോ പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒനിയിലും അഭിലാഷും ആയിരുന്നു ക്യാപ്റ്റൻസിയിലെങ്കിൽ ഒനിയിൽ ഉറപ്പായിട്ടും നോക്കും. പറ്റത്തില്ല, ഒരുപക്ഷെ പറ്റത്തില്ല. ഇതിൽ പക്ഷെ പ്രഡിക്റ്റബിൾ ആയിരുന്നു ഇതല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഒനിയിൽ അടുത്താഴ്ച ക്യാപ്റ്റൻ ആവട്ടെ എന്ന് ബിഗ് ബോസ് അണ്ണൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും അനീഷിനെതിരെ 100 വോട്ട് കൊടുത്തപ്പോ ബിഗ് ബോസ് അപ്പൊ പറഞ്ഞു അനീഷാണ് ക്യാപ്റ്റൻ. അതിൽ ഞങ്ങൾക്ക് മനസ്സിലായി തീരുമാനം ബിഗ് ബോസിന്റേതാണ്, നമുക്ക് അതൊന്നും ചെയ്യാനില്ല. അപ്പൊ അടുത്ത ആഴ്ച ഒണിയൽ ക്യാപ്റ്റൻ ആണ്. അപ്പൊ ഒണിയൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും അറിയോ, ഒരാഴ്ച നോമിനേഷൻ നിന്ന് ഫ്രീ ആവും. ഒണിയൽ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ജീവൻ കിട്ടിയിരിക്കുന്നു. 5-7 ദിവസത്തേക്കുള്ള അടുത്ത് ജീവൻ കൂടെ കിട്ടി. ഇപ്പോഴും ഞാൻ പറയാട്ടോ, ലക്ഷ്മിയുടെ ആ ഒരു കാര്യത്തിൽ ഒണിയലെ ഞാൻ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ്. ബട്ട് ഇപ്പോഴും ഒണിയൽ ആസ് എ ഗെയിമർ അവിടെ ചുക്കും ചെയ്യുന്നില്ല. അത് ഞാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ്. ഒരു ഗെയിമർ എന്ന രീതിയിൽ അഭിശ്രീ ആയിക്കോട്ടെ, ഒണിയൽ ആയിക്കോട്ടെ, അവിടെ വെറുതെ പിന്നെ അഭിശ്രീ വന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ചുമ്മാ വന്ന് കാരണം അഭിശ്രീയുടെ ഒരു വാലിഡ് പോയിന്റ് പോലും പറയാതെ ചുമ്മാ വന്ന് സംസാരിച്ചിട്ട് പോകുന്ന ഒരാളാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും എന്താണ്. അതും ഒണിയൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രമാണ് അഭിശ്രീ വാ തുറക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഒരു നമ്മൾ കാണുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഒണിയലും അഭിശ്രീയും കൂടെ രാത്രി ഇരുന്ന് ഇവരുടെ ഗെയിമിനെ പറ്റി ഇവരുടെ റിവ്യൂ പറയും. ഇവര് സ്വന്തമായിട്ട് റിവ്യൂ പറയും. അത് ഒട്ടും വർക്കല്ല. അഭിശ്രീയും ഒണിയലും ഗെയിമേഴ്സ് എന്ന രീതിയിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ചലഞ്ചേഴ്സ് വരുമ്പോഴെങ്കിലും ഇവരുടെ ഗെയിം ഇമ്പ്രൂവ് ആവുന്ന നോ രക്ഷ. ഇവരുടെ ഗെയിം എന്തായാലും ഇമ്പ്രൂവ് ആവുന്ന ഒരു പരിപാടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ 7 ഞാൻ എന്റെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഗെയിം അറിയാതെ ഗെയിം മനസ്സിലാക്കാതെ കിടന്ന് കളിക്കുന്ന കുറെ എന്താ പറയുന്നത് വെറുതെ അറ്റാക്കിങ് മാത്രം കുറെ വർത്തമാനം. നിങ്ങളുടെ സീസൺ ഏറ്റവും വലിയ പ്രശ്നം അറിയോ, പ്യൂർ ഫ്രണ്ട്ഷിപ്പ് പോലും കുറവാ. ഇപ്പൊ നമ്മൾ ഇന്നാണ്, അതായത് ഷാനവാസ് അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിനെ മാത്രമേ അറിയത്തുള്ളൂ എന്തിനാണ് ആ ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ കാണുമ്പോ അതാണ് ഏക ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് പറയുന്നത്. ഇപ്പൊ ജിസയിൽ ആര്യൻ പോലും നമുക്കൊരു ഇംപ്രഷൻ തോന്നുന്നില്ല. ഷാനവാസ് അനീഷ് കോംബോ എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത്. പക്ഷെ ഞങ്ങളുടെ സീസൺ എടുത്ത് നോക്കിയോ,
ഞങ്ങൾ നല്ലതല്ല എന്നാലും നമുക്ക് ഓർത്ത് വെക്കാൻ മൊമെന്റ്സ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെ, കുറെ നല്ല ഫ്രണ്ട്ഷിപ്പ് എങ്കിലും എല്ലാ സീസണിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശാരി കുറച്ച് ദിവസമായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും കാണാണ്, ഇപ്പൊ ഷിയാസ് എന്നെ വിളിക്കുന്നു, അല്ലെങ്കിൽ സായി എന്നെ വിളിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ആ ഒരു കോംബോ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ബിഗ് ബോസ് എനിക്ക് പ്രതീക്ഷയില്ല വിഷയമാണ്. കാരണം തുടക്കം തൊട്ടേ ഇവർ അറ്റാക്കിംഗ് ആണ്. എന്തിനോ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഗെയിം പോലും. അക്ബർ ഒരിടക്ക് ഷാനവാസായിട്ട് അത്യാവശ്യം കമ്പനിയായി. ഇന്ന് അക്ബറും ഷാനവാസും തമ്മിൽ തെല്ലുന്ന. അതുകൂടാതെ ബിഗ് ബോസിന് പല ടാസ്കുകളും വിഡ്രോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെ. അവസാനം ഷോ നിർത്തുന്നവരെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ. അതുപോലും എനിക്ക് തോന്നുന്നു ആ കണ്ടസ്റ്റൻസിന്റെ ബുദ്ധിയില്ലായ്മയാണ്. ലാലേട്ടൻ എല്ലായ്പ്പോഴും വന്നിട്ട് ഒരേ ഉപദേശം കൊടുക്കുന്നത്, യൂസ് യുവർ ബ്രെയിൻസ്. ഇതുവരെ അത് ആരെങ്കിലും ഉപയോഗിച്ചോണ്ട് എനിക്ക് സംശയം. ശക്തി ഉപയോഗിച്ചാണ് കൂടുതൽ ആൾക്കാർ ഗെയിം കളിക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം കൂടെ, കിച്ചണിൽ ഒരു വഴക്കുണ്ടായിരുന്നു, നോൺ വെജ് ഇഷ്യൂ. അതെപ്പോഴും അതേ ഉള്ളൂ കിച്ചൺ. അത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഇടിയെന്ന് പറയുന്നത് കിച്ചൺ. സത്യം ലാലേട്ടൻ എപ്പോഴും പറയും, നിങ്ങൾ കുറച്ച് ബഹുമാനം ആ കിച്ചണ് കൊടുക്കും. ആ ലാലേട്ടനെ പോലും അനുസരിക്കാത്തങ്ങളാണ് ഈ സീസണിൽ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് നോൺ വെജ് സെപ്പറേറ്റ് ഓരോ ബിഗ് ബോസ് നടക്കത്തില്ല. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ സീസൺ. അത് ഈ നോൺ വെജ് ഒന്നും ഇല്ല. ഇപ്പൊ ഓക്കെ, നമ്മളൊരു കാര്യം മാറ്റി വെക്കും. എങ്ങനെയാണെന്നറിയാവോ, ചെയ്തോണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അത് മതി. അല്ലാണ്ട് അവിടെ ജിസേൽ മാത്രമേ വെജിറ്റേറിയൻ ഉണ്ടായിരുന്നുള്ളൂ. ജിഷൻ വെജിറ്റേറിയൻ ആണ്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഉച്ചക്ക് കറി ഉണ്ടാക്കുമല്ലേ, ആ ഉച്ചക്കത്തെ കറി എന്ത് ചെയ്യും നമ്മള്? വൈകിട്ട് ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഉച്ചക്കത്തെ വെജ് കറിയില്ലേ, അത് 2 പേർക്ക് എടുത്ത് മാറ്റി വെക്കും, പിന്നല്ലാതെ ചൂടാക്കി കഴിക്കും, ഓവന് ചൂടാക്കി കഴിക്കും. ഇത്രേ ഉള്ളൂ. ഒരു അപ്പുറത്തേക്ക് കുറെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അത് വെച്ചുണ്ടാക്കുന്ന വഴക്ക് ഇവര് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വഴക്കാ. നമ്മൾ അതിനകത്ത് ആരുടെ പക്ഷത്ത് നിൽക്കാനാ? പിന്നെ ജിഷിൻ പറയുന്ന പോലെ മറ്റേ ചിത്രം കാണിക്കരുത്, എരപ്പത്രം കാണിക്കരുത്. നിങ്ങൾ ഈ ഒരു ദാനം കൊടുക്കുന്ന പോലെ ഫുഡ് കൊടുക്കാൻ പാടില്ല. അത്രയും വൃത്തികേട്. ഇപ്പൊ ഒണിയലും സത്യം പറഞ്ഞ ഒണിയലും മറ്റേ കിച്ചൺ തീരെഴുതി കിട്ടിയ പോലെ ഈ കിച്ചൺ എന്റെ ഏരിയ ആണ്, ഞാൻ ഈ ഒനിയില് ബിന്നിയെ ചീത്ത വിളിച്ചിട്ടിരുന്ന മുഴുവനും അതിന് വേണ്ടിട്ടാ. അതുകൊണ്ട് ബിന്നി അവിടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ബിന്നി എന്തെങ്കിലും അഭിപ്രായം പറയുമല്ലോ. ഒനിയിൽ ഇഷ്ടമല്ല ഒന്നും തൊടുന്നു. ഒനിയിൽ പറയുന്നത് ഞാൻ ഇവിടെ ക്യാപ്റ്റൻ ആയിരിക്കും, എന്നോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിരിക്കണം. അതാണ് ഒനിലിന്റെ മാസ്റ്റർ ഷെഫ് ആയതുകൊണ്ട്. ഒനിലിനെക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന അനുമോളാ എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇന്റർനാഷണൽ ഷെഫ് ആയിരിക്കാം, പക്ഷേ മലയാള തനിമയിൽ എരിവും പുളിയുമുള്ള ഭക്ഷണം കഴിച്ച് അനുമോൾ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ കണ്ടസ്റ്റന്റ് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ അവിടുത്തെ കണ്ടസ്റ്റന്റ്. അതിനകത്ത് ജിഷിന് ആദ്യം എന്ന് പറയുന്നില്ല, പയർ ഇങ്ങനെ വെന്ത് ഒരുപാട് പോയി. അപ്പൊ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാനായിട്ട്. അതിനെ തുടങ്ങിയ അടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഓരോരുത്തർ മാറിയിരിക്കുന്നു, മറ്റേ ഇത് കൊടുക്കാൻ പറ്റുന്നത് അവിടെ ക്രൈറ്റീരിയ. അവിടെ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് കറി അത്രയും നേരം ഉണ്ടാക്കിയ അനുമോള് കരഞ്ഞുകൊണ്ട് ഉണ്ടാക്കി അത് മേടിച്ച് തിന്നോമാരാണ് അവിടെ ഇരിക്കുന്നത്. അതിനൊരു ദണ്ണോമാർക്ക് ഉണ്ടായിട്ടില്ല. അതായത് ആ കുക്ക്, അതായത് മാസ്റ്റർ ഷെഫ് അല്ലെ എന്തും ആയിക്കോട്ടെ, അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ആ കണ്ണീര്, അതായത് അത്രയും ചീത്ത അവരെ വിരിച്ചുകൊണ്ട് അവിടെ കറി മേടിച്ച് കഴിക്കുന്നവന്മാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേണമെങ്കിൽ കഴിച്ചാൽ മതി. വിശക്കുമ്പോ പട്ടിണി നടക്കുമ്പോൾ നീ കഴിച്ചോളൂ. ഞങ്ങളൊക്കെ പരിപ്പ് മാത്രം കഴിച്ച് പോയ ദിനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നീയൊക്കെ വിശക്കുമ്പോ കഴിക്കും ജിഷിനെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അവിടെ സെപ്പറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അത് ജിഷിൻ തനിയെ എടുത്ത് കഴിച്ചോളും. രാത്രി മറ്റേ നെവിന്റെ സ്റ്റൂ ആയി മാറിക്കോളും ജിഷിൻ. അല്ല, അടുത്ത് വേറെ സംഭവം പറയാൻ പറ്റും. ഈ നെവിൻ ഈ കട്ട് തിന്നുന്നുണ്ടല്ലോ, ആദ്യമൊക്കെ ഫണ്ണാ, ഫൈൻ, നമുക്ക് ഓക്കെ പറയാം. പക്ഷെ പിന്നെ നെവിൻ വന്ന് കട്ട് തിന്നപ്പോ നെവിൻ വന്ന് പറയാണ്, എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ ആരെയും റെസ്പെക്ട് ചെയ്യില്ല, ക്യാപ്റ്റന്റെ അടുത്തും ചോദിക്കണ്ട, കിച്ചൺ ക്യാപ്റ്റന്റെ അടുത്തും ചോദിക്കണ്ട. അത് റോങ് ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഗെയിം ആയിരിക്കാം, പക്ഷെ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ റൂൾ ബ്രേക്ക് ചെയ്യുന്ന നെവിൻ മാത്രമല്ല സിജോ, അവിടെ എല്ലാവരും റൂൾ ബ്രേക്ക് ചെയ്യും. ഇവൻ ഒരു നമ്മളെ ഒരു ടാസ്കിന് ഇപ്പൊ അവിടുത്തെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ബിഗ് ബോസിനെ വരെ അനുസരിക്കാത്ത ആളാണ് അവിടെ ഇരിക്കുന്നത്. ലാലേട്ടന്റെ എപ്പിസോഡിൽ റെസ്പെക്ടോട് കൂടി ബഹുമാനത്തോടെ ഇരിക്കാത്ത ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ സീസൺ 6 വരെ കണ്ടിട്ടില്ല. ഇത് ലാലേട്ടന്റെ എപ്പിസോഡ് ഇവരെ തമ്പിത്തല, അദ്ദേഹത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് തമ്പിത്തല. ബിഗ് ബോസിനെ വിളിച്ച് ബിഗ് ബോസ് ഒരു ഇതിനു വേണ്ടി അതേ മിണ്ടത്തില്ല അവിടെ. ബിഗ് ബോസ് നമ്മൾ സംസാരം നിർത്തിയാലേ മിണ്ടത്തുള്ളൂ. അവിടെ വരെ മണിക്കൂറുകളോളം ഇരുന്ന് തർക്കിക്കും. അവസാനം ബിഗ് ബോസ് ചോദിക്കും, ഞാൻ പോണോ നിങ്ങൾ പോണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവന്മാര് വായടക്കുന്നത്. അത്രയും കച്ചറകളാണ് അവിടെ ഇരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സീസണിലും ഇങ്ങനെ കണ്ടിട്ടില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സത്യം അവിടുത്തെ കണ്ടസ്റ്റൻസ് ഞാൻ പറയുവാണ്, ഇതൊന്നും ഏഷ്യാനെറ്റിന്റെ അവരൊക്കെ നാണിച്ച് പണ്ടാറടങ്ങിയിരിക്കുക. ഇപ്പൊ ഇവന്മാരുടെയൊക്കെ ഓളുമാരുടെയൊക്കെ സ്വഭാവം കണ്ടിട്ട് അത്ര എനിക്ക് പറയാം. സീസൺ 8 ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോകുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിന്, നിങ്ങൾ ബിഗ് ബോസിലാണ് പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കുക, ബിഗ് ബോസിനെങ്കിലും കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. അവിടെ ആ ഹോസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്, അല്ലാണ്ട് മറ്റേ തിന്നാൻ വരുന്ന ആളല്ല. നിങ്ങൾക്ക് കുറെ ക്ലൂ ഒക്കെ തന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അച്ചടക്കമൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. പിന്നെ ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുടെ പേര് മോഹൻലാൽ എന്നാണ്. അതും കൂടെ ഇതിഹാസമാണ്. ബിഗ് ബോസിൽ കയറി കഴിയുമ്പോൾ അദ്ദേഹത്തെക്കാളും മുകളിലാണെന്നൊരു ചിന്തയൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ പലർക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ബിഗ് ബോസിൽ പെടുത്ത എല്ലാവരെയും, ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പങ്കെടുത്ത 90% ആൾക്കാരെയും
അവരെയൊക്കെ പടച്ചിങ്ങോട്ട് വിടുന്നതിന് മുന്നേ അങ്ങനെ പണി ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് എന്നൊരു ബോധം എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. നമ്മുടെയൊക്കെ ഏജിന്റെ അപ്പുറമാണ് അയാളുടെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതാണ്. സോ നമുക്ക് എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. ആര് പുറത്താകും എന്നുള്ളത് നമുക്കിനി കണ്ടറിയാൻ. ഷാരിയുടെ ഒരു ഇൻറ്റ്യൂഷൻ ആരാണ് പുറത്താകാൻ വേണ്ടി പോകുന്നത്? നമുക്കിപ്പോ രണ്ടുപേരുടെ പേര് പറഞ്ഞു. അതായത് നല്ല ഗെയിമേഴ്സ് ഒക്കെ പുറത്തു പോകുന്നൊരു കളിയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നല്ലേ. എങ്കിലും എന്റെ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ചിലപ്പോ നെവിൻ പോയേക്കാം, ചിലപ്പോ ആദില പോയേക്കാം. ഓക്കെ, ആദില നെവിൻ. ഓക്കെ. ഇത്രയും ഞാൻ പറയുന്നത് സാബുമാനാണ് പോകേണ്ടത്. അത് എനിക്കും അറിയാം. അതെ, പക്ഷെ ഹേറ്റ് വോട്ട് സാബുമാനിലേക്ക് വരും, ഈ ആഴ്ച വരും. അങ്ങനെയാണെങ്കിൽ സാബുമാൻ പോകില്ല എന്നുണ്ടെങ്കിൽ നെവിൻ ഓർ റെന, അത് ഒരു സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോ ഇനി ശാരിയുടെ ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ശാരിക പറയും, ഉറപ്പായിട്ടും പറയും. ശാരിയുടെ ഇനി ഞാൻ വീഡിയോ എപ്പോഴും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ പോട്ടെ. ബൈ.